എല്ലാ മേഖലയിലും എല്ലാ തരത്തിലും ഒരു മാറ്റമാണ് കോൺഗ്രസ് കൊണ്ടുവരുന്നത്. അത് താഴെത്തട്ടു മുതൽ ദേശീയ തലം വരെയുള്ള ഒരു അഴിച്ചുപണിയിലാണ് നേതൃത്വമുള്ളത്. ഉൾപോരുകളും വാശിയൊന്നും വേണ്ട, എതിരാളികൾക്കെതിരെ സംഹാര താണ്ഡമാടാനുള്ള ആർജവമാണ് വേണ്ടത്. അതിന് മുൻനിരയിൽ നിൽക്കാൻ ആള് വേണം. ആ പാതയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുള്ളത്. മൊത്തത്തിലുള്ള അഴിച്ചുപണികൾക്കിടയിൽ ഇതാ നാല് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിലേക്ക് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ചെയർപേഴ്സൺമാരുടെ നിയമനത്തിന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിന്റെ സംസ്ഥാന യൂണിറ്റുകളുടെ അധ്യക്ഷന്മാരെ താഴെ പറയുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഉടനടി പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിർദ്ദേശവും കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകരിച്ചു. പാർട്ടിയുടെ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: 19ാം ഖണ്ഡു വിതരണത്തിലൂടെ രാജ്യത്തുടനീളമുള്ള 2.41 കോടി സ്ത്രീ കർഷകർ ഉൾപ്പെടെ ഏകദേശം 9.8 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കർഷക ക്ഷേമത്തിനും കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്ന നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി കർഷകർക്ക് 22,000 കോടി രൂപയിലധികം നേരിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഈ ഗഡു ഉപയോഗിച്ച് ഈ പദ്ധതി രാജ്യവ്യാപകമായി കർഷകരെ പിന്തുണയ്ക്കുകയും ഗ്രാമവികസനത്തിനും കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും. ജനുവരി 22-ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പയർ, ഉഴുന്ന്, തുവരയും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പൂർണ്ണ MSP ഉറപ്പു നൽകിയിരുന്നു. ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ നടന്ന പുസ കൃഷി വിജ്ഞാന മേളയുടെ ഉദ്ഘാടന വേളയിൽ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ MSP നിരന്തരം ഉയർത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി തറപ്പിച്ചു പറഞ്ഞിരുന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ MSP തുടർച്ചയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സഹോദരന്മാരെ വിഷമിക്കേണ്ട, സർക്കാർ മുഴുവൻ ഗോതമ്പും നെല്ലും MSPയിൽ വാങ്ങുക മാത്രമല്ല, മുഴുവൻ പയറും ഉഴുന്നും തുവരയും MSPയിൽ വാങ്ങും. കേന്ദ്രമന്ത്രി ഇപ്രകാരമാണ് പറഞ്ഞത്. കിസാൻ ക്രെഡിറ്റിന്റെ പരിധിയിൽ നേരത്തെ 3 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയെ ഉയർത്തിയതായിട്ടും മന്ത്രി എടുത്തു പറഞ്ഞു. ഇത് കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള വലിയ മാറ്റത്തിൽ കൂടിയാണ് കോൺഗ്രസും എത്തുന്നത്. ഇതോടെ ഒരു കാര്യം ഉറപ്പിച്ചു: ചതിക്കുന്നവരെ കൂടെ നിർത്തുന്ന രീതി കോൺഗ്രസ് മാറ്റുകയാണ്. ഇനി സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ പണി പാളുമെന്ന് ഉറപ്പിച്ച പാർട്ടി അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുനഃസംഘടന മുതൽ അധ്യക്ഷനെ മാറ്റിവരെ അടിമുടി മാറ്റം കൊണ്ടുവന്ന ഒരു പുതിയ നാളെ നെയ്തെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിങ്ങളുടെ ഭാഷയിൽ ഉറക്കെ പാർലമെന്റിൽ ശബ്ദം മുഴങ്ങട്ടെയെന്നും നിങ്ങളുടെ വാക്കുകളും പോയിന്റുകളും കേന്ദ്ര സർക്കാരിനെ കീറി മുറിക്കുന്നതാകട്ടെ എന്നും രാഹുൽ ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. അറ്റൻഡൻസ് സംവിധാനവും കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള DCC അധ്യക്ഷന്മാരിലും മാറ്റമുണ്ടാകും എന്ന് അറിയിക്കുകയാണ്.